ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ കൂടി വരും, അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യണേ. എങ്കിലും ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡ്രസ്സുകൾ അലക്കുന്ന സമയത്ത് കെട്ടുപിണഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം എനിക്കറിയില്ല. ആ ടൈമിൽ ഞാനും വാഷിംഗ് മെഷീനും കൂടി നല്ല ഒരു യുദ്ധം തന്നെ നടക്കാറുണ്ട്. എന്നിട്ടോ ഞാൻ തോറ്റു. വാഷിംഗ് മെഷീൻ ജയിക്കും. കാരണം കൈയിൻ്റെ ഷോൾഡറിനൊക്കെ നല്ല വേദന ഉണ്ടാവാറുണ്ട്. അത് മാറാൻ തന്നെ കുറച്ച് ദിവസം പിടിക്കും. അതുകൊണ്ട് യുദ്ധത്തിന് പോവാതിരിക്കുകയാണ് നല്ലത്. എല്ലാവരും പറയും, തിരുമ്പാൻ എന്താ ബുദ്ധിമുട്ട്, വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ പോരെ, അങ്ങനെ പറയുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ. ഈ വാഷിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളും പകുതി പണിയണം, വാഷിംഗ് മെഷീനും പകുതി പണിയണം. അതാണ് നമ്മൾ തമ്മിലുള്ള ഒരു കരാറ്. അവസാനം എനിക്ക് കിട്ടിയൊരു ഐഡിയ ആണ് കേട്ടോ. നന്നായി വൃത്തിയാക്കിയതിനു ശേഷം ലാസ്റ്റ് വെള്ളത്തിൽ നമ്മൾ ഒന്നും കൂടിയും അത് അലക്കുമല്ലോ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് സമയത്ത് ചിലപ്പോൾ നമ്മൾ നോർമലായിട്ടിടും, അല്ലെങ്കിൽ സ്ട്രോങ്ങിലിടും. ജീൻസൊക്കെ ആണെങ്കിൽ സ്ട്രോങ്ങിലേ ഇടാറ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് നമ്മൾ നന്നായി വൃത്തിയാക്കിയതിനു ശേഷം ജെൻറ്റിലാക്കി ഇടണം, മൃദുവായി തിരുമ്പുക. അതിലിട്ടതിനു ശേഷം കറക്കുക. വെള്ളം കുറച്ച് പൊന്തി നിൽക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കെട്ട് പിണയാണ്ട് നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കറക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിന് ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് കെട്ട് പിണയാതെ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾക്ക് നോക്കാം. നമ്മുടെ ഡ്രസ്സുകൾ നല്ല ഈസിയായി കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, നല്ല എളുപ്പത്തിലെടുക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും കൂട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹുക്കുകളോ അല്ലെങ്കിൽ വള്ളികളോ ഒക്കെ ആയിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.